ണെങ്കിൽ ആ 7 അതിനിർണായകമാകും. കോൺഗ്രസിന് 46-46ലേക്ക് ഒറ്റയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അങ്ങനെ ഒന്നുകൂടി ഇവിടെ ഉണ്ട്. 48 കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ലീഡ് നില ഹരിയാനയിൽ. ഇനിയും വോട്ടെണ്ണാൻ ബാക്കി കിടക്കുകയാണ്. അപ്പോഴാണ് 48 സീറ്റുകളിൽ ലീഡ് കോൺഗ്രസിന് ഹരിയാനയിൽ. 32 സീറ്റുകളിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 40-ൽ നിന്നാണ് 32ലേക്ക് മാറിയിരിക്കുന്നത്. കോൺഗ്രസ് 48 എന്നുള്ളത് ഇപ്പോൾ കുറച്ച് നിമിഷങ്ങളായിട്ട് 50-ന് മുകളിലായിരുന്നു. അതാണ് ഇപ്പോൾ 48ലേക്ക് ചുരുങ്ങിയത്. ബി.ജെ.പി 32, മറ്റുള്ളവർ 7. അഭിലാഷ്, അത് അതിനിർണായകമാവുകയാണല്ലോ ഹരിയാനയിൽ. 7 പേർ മറ്റുള്ളവരാണ്. ഹരിയാനയിൽ ഒന്നും ഭയക്കേണ്ടതില്ല എന്ന വലിയ ആത്മവിശ്വാസമായിരുന്നു കോൺഗ്രസ് പുലർത്തിയിരുന്നത്. എങ്കിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. 46 എന്ന മാന്ത്രിക സംഖ്യയ്ക്ക് മുകളിലാണ് ഇപ്പോഴും ടാലി എന്ന് നമുക്ക് ആവർത്തിച്ച് പറയാൻ സാധിക്കും മഞ്ജുഷ. പക്ഷേ അത് കേവലം 2 സീറ്റുകൾ, 46 എന്ന മാജിക് നമ്പറിനേക്കാൾ 2 സീറ്റുകൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് അധികമായി നേടാൻ സാധിക്കുന്നുള്ളൂ. അവിടെയാണ് ബി.ജെ.പിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തന്ത്രങ്ങൾക്ക് വില പറയേണ്ടി വരുന്നത്. മറ്റുള്ളവർ 7 എന്നതാണ്. 32 + 7 39 സീറ്റുകൾ എന്ന നിലയിലേക്ക് ബി.ജെ.പിയുടെ ടാലിയായി ഇതിനെ നമുക്ക് എഴുതി മാറ്റാൻ പറ്റുമോ എന്നതാണ് അറിയേണ്ടത്. പക്ഷേ അവിടെ INLD 3 എന്ന പൊസിഷനിൽ തന്നെ, BSP INLD സഖ്യം ഇപ്പോഴും 3 എന്ന ടാലിയിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും കോൺഗ്രസ് സേഫ് പൊസിഷനിൽ തന്നെയാണ് എന്ന് പറയാം. പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഈ ടാലി താഴേക്ക് പോയാൽ അവിടെ വിയർപ്പൊഴുക്കേണ്ടി വരും ഹരിയാനയിൽ എന്നതിൽ ഒരു തർക്കവുമില്ല. പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ലാതെ പോവുകയാണോ ഹരിയാനയിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ബി.ജെ.പി പോലും ഈ തെരഞ്ഞെടുപ്പിൽ എഴുതി തള്ളിയ സംസ്ഥാനമാണ് ഹരിയാന എന്നതാണ് എടുത്തു പറയേണ്ടത്. 47 സീറ്റുകൾ വരെ നേടിയ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം 40 സീറ്റുകൾ എന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പൊസിഷൻ, ഒരുപക്ഷെ അതിന്റെ പകുതിയിലേക്ക് സീറ്റ് നില താഴ്ന്നേക്കാം എന്ന് പോലും വിലയിരുത്തപ്പെട്ട പശ്ചാത്തലത്തിലാണ് 34 ബി.ജെ.പിക്ക് മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നു എന്നത്. അതൊരു ചെറിയ കണക്കായി കണക്കാക്കാൻ പറ്റില്ല മഞ്ജുഷ. 47 അല്ലെ? 47 കോൺഗ്രസ്, 34 ബി.ജെ.പി, 6 പേർ മറ്റുള്ളവർ ഇല്ലേ? 6 മറ്റുള്ളവർ. അതായത് സ്വതന്ത്രർ ലീഡ് ചെയ്യുന്നത്. INLD 3 ലീഡ് ചെയ്യുന്നുണ്ട്. JJPയും ആം ആദ്മി പാർട്ടിയും 1 സീറ്റിൽ പോലും ലീഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനിർണായകമായ ഒരു സാഹചര്യത്തിലൂടെയാണല്ലോ ഹരിയാന കടന്നു പോകുന്നത്. 47-34 എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷത്തെക്കാൾ 1 സീറ്റ് കൂടുതൽ ഹരിയാനയിൽ കോൺഗ്രസിനുണ്ട് ഇപ്പോഴത്തെ ലീഡ് നില വെച്ച് നോക്കുമ്പോൾ. പക്ഷേ 34 ബി.ജെ.പി എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് ഒരുപാട് അകലെയാണ്. പക്ഷേ 6 പേർ മറ്റുള്ളവർ എന്നുള്ളതും INLDയുടെ കണക്കിൽ 3 പേരുള്ളതും അത് വലിയ നിർണായകമായി ഹരിയാനയിൽ മാറുമല്ലോ. കേവല ഭൂരിപക്ഷം കൃത്യം കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ ഹരിയാനയിലും ഉണ്ടാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. ഇപ്പോൾ 47-34 6-3 അല്ലെ? വോട്ടെണ്ണൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടാലികൾ മാറിമറിയുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഈസി വോക്ക് ഓവർ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഹരിയാനയിൽ ഇതാ തിരിച്ചുപിടിക്കാനുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന സംശയമുളവാക്കുന്ന പോരാട്ടം തന്നെയാണ്. 34, ഒരു ഘട്ടത്തിൽ 20-ന് മുകളിലേക്ക് പോലും കൗണ്ട് എത്താതിരുന്ന ഹരിയാനയിൽ ഇപ്പോഴിതാ 34 എന്ന നമ്പറിലേക്ക് ബി.ജെ.പി മുന്നേറ്റം നടത്തുന്നു എന്നതിനെ നിസാരമായി കാണാൻ സാധിക്കില്ല. കാരണം വലിയ മുന്നേറ്റം കോൺഗ്രസ് നടത്തും. 60 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടും. 55 സീറ്റിൽ ഒരിക്കലും താഴെ പോകില്ല എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്ന ഹരിയാനയിൽ ഇപ്പോൾ 47 സീറ്റുകളിൽ മാത്രമാണ്, കേവല ഭൂരിപക്ഷത്തെക്കാൾ ഒരേ ഒരു സീറ്റ് മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികമായുള്ളത്. നേരത്തെ ജമ്മു കാശ്മീരിലേക്കായിരുന്നു എല്ലാ കണ്ണുകളും എങ്കിൽ അതിതാ ഹരിയാനയിലേക്ക്, ഹിന്ദി ഹൃദയ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിലേക്ക് തിരികെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഡൽഹിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ ബി.ജെ.പി വിരുദ്ധ വികാരം അലയടിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ പോലും ബി.ജെ.പിക്ക് 34 ഇടങ്ങളിൽ ലീഡ് പുലർത്താൻ സാധിക്കുന്നു എന്നത് ചെറിയ കാര്യമായി വിലയിരുത്താൻ സാധിക്കില്ല. നമ്മൾ ആവർത്തിച്ചതാണ്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്ത എണ്ണം പരിശോധിച്ചാൽ പോലും സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറവ് റാലികളിൽ മാത്രമാണ് നരേന്ദ്രമോദി ഹരിയാനയിൽ പങ്കെടുത്തിരുന്നത്. അങ്ങനെ മോദി പ്രഭാവത്തിന് കാര്യമായി ഇമ്പാക്റ്റ് ഇല്ല. അതിനപ്പുറത്ത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു വികാരമുണ്ട് എന്നൊക്കെ കണക്കാക്കിയിരുന്ന തെരഞ്ഞെടുപ്പ് കൂടി ആണിത്. 2 ടേമുകളിൽ തുടർച്ചയായി ബി.ജെ.പി അധികാരത്തിലിരുന്നതാണ്. എന്നിട്ടും ഈ 3-ാം ടേമിൽ 34 സീറ്റുകളിലേക്ക് മാത്രമാണ് ബി.ജെ.പിയെ ഒതുക്കാൻ പറ്റുന്നുള്ളൂ കോൺഗ്രസിന് എന്ന ചോദ്യം പ്രസക്തമാകുന്നുണ്ട് മഞ്ജുഷ. ഇപ്പോൾ 47, ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ഈ കണക്കുകളെല്ലാം മാറി മറിഞ്ഞേക്കാം.
ഏറ്റവും കുറഞ്ഞ ലീഡിൽ ആയിരിക്കാം ഇപ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും നിൽക്കുന്നത്. ചെറിയ ലീഡായിരിക്കാം BJP 34 മണ്ഡലങ്ങളിൽ ചെറിയ ലീഡാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഈ സ്വതന്ത്രയുടെ ലീഡും വളരെ നേരിയ ലീഡാണ് ഓരോ മണ്ഡലത്തിലും ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിലെ കാര്യം വ്യക്തമാണ്. 6 സീറ്റുകളിൽ ഇപ്പോഴും സ്വതന്ത്രർ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്ഡേറ്റ്, അതായത് ഏറ്റവും പുതിയ കണക്കാണ് ന്യൂസ് 18 നൽകുന്നത്. 47 കോൺഗ്രസ് ഹരിയാനയിൽ, 34 BJP. കോൺഗ്രസ് ഹരിയാനയിൽ 3 സീറ്റുകളിൽ INLD ലീഡ് ചെയ്യുകയാണ്. അത് അതിനിർണായകമാവുന്നു. 6 സീറ്റുകളിൽ സ്വതന്ത്രരാണ് മത്സരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട